വൈദ്യുതി കുടിച്ച് സർക്കാർ എഴുതി തള്ളി. അങ്ങനെ ഓരോന്നും എഴുതി തള്ളട്ടെ. ജനുവരി 5-ാം തീയതി ഇന്ത്യയിൽ പുടിന് സ്വീകരണം കൊടുക്കുന്നു. പുടിന് സ്വീകരണം കൊടുക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ പൊറോട്ടയ്ക്ക് സ്വീകരണം കൊടുക്കണം. റഷ്യൻ പ്രധാനമന്ത്രി പുട്ടിന് സ്വീകരണം കൊടുക്കുന്ന കാര്യമാ എഴുതിയത്. ഇതെന്തോ പിച്ചാത്തിക്ക് ഒരു കേറ്റ് തരും. ചെങ്ങന്നൂരിൽ മധ്യവയസ്കനെ കുറുവ സംഘം അടിച്ച് ആക്രമിച്ചു. ഞാനാച്ചാ പേടിച്ചു പോയല്ലോ. അവിടെ നീടാ അവൾ ഇവിടെ ഇല്ലേ? നിന്റെ ഇവിടെ വന്നില്ലേ? ഇല്ല, എന്റെ ഇവിടെ വന്നില്ല. അവള് പാല് മേടിക്കാൻ പോയി. അത് ശരി. എടാ, നിങ്ങൾ ഇന്നലെ ബാംഗ്ലൂരിൽ വന്നതല്ലേ ഉള്ളൂ. അവർക്ക് എങ്ങനെ അറിയാം ഈ പാലുള്ള സ്ഥലം? പാല് മേടിക്കുന്ന വീട് അവർക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ചേച്ചിയെ വിളിച്ച് പരിചയപ്പെടുത്തിയായിരുന്നു, അമ്പിളി ചേച്ചിയെ. അത് ശരിയാ. വീടും കാണിച്ചു കൊടുത്തു. അവള് പാല് മേടിക്കാൻ മിടുക്കി കൊച്ച. ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. ഇപ്പൊ പാല് വാങ്ങിക്കാൻ പോയി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു യാടേയില്ല. നമ്മുടെ ഭാഗ്യം. ഹലോ ഷെർലി, എന്താ മോളെ വിളിച്ചേ? അയ്യോ, നമ്മുടെ മോള് കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് പാല് വാങ്ങിക്കാൻ പോയേക്കുന്നു. എന്തോ ഒരു നാണക്കേടാ. എടാ, നിന്റെ ഭാര്യ അവള് കൈയില്ലാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് പോയേക്കുന്നു. പാല് മേടിക്കാനോ? പാല് മേടിക്കാൻ. അതിനൊന്നും ഇതൊക്കെ ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ അങ്ങനെയല്ലേ നടക്കുന്നത്. അവള് കൈയില്ലാത്ത ബ്ലൗസ്. അത് ബാംഗ്ലൂരിലല്ലേ? ഈ നാട്ടിലുണ്ടോ? അമ്മ അത് നാണക്കേടല്ലേടാ അത്? ഒരു നാണക്കേടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? അമ്മ ഈ നാട്ടിലുണ്ട്. അമ്മ കാണാത്തോണ്ടാ. ഇവിടെ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ അവളോട് മര്യാദയ്ക്ക് പറയണം. മര്യാദയ്ക്ക് നടക്കാൻ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ. എനിക്ക് അവളോട് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ എന്താ പറയുന്നത്? എനിക്കൊക്കെ ഫ്രീഡം കൊടുക്കണ്ടേ? എടാ, നമ്മുടെ നാട്ടിൽ ഡ്രസ് ഇട്ടുകൊണ്ട് നാട്ടുകാർ എന്തൊക്കെ പറയുന്നത് അറിയാവോ? നമ്മുടെ നാട്ടിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ലോകത്ത് ആരും ഇത് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ചേട്ടാ, ഈ പാൽ സൊസൈറ്റി എവിടെ? എന്തായിരുന്നു? കൈയില്ലാത്ത ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് പാല് മേടിക്കാൻ വന്നു. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ന്യൂസ് വന്നു. നിങ്ങളുടെ വാർഡ് ഏതാ? 5. അതിനാണോ 5-ാം വാർഡ് നീ 12-ാം വാർഡ് വരെ വന്നേക്കുന്നത്? ആവശ്യക്കാരന് ഔചത്യം ഉണ്ടോ? ചേട്ടാ, അത് മിൽക്ക് ആട്ടി അത് മൊത്തം കളയണം. എന്ത് പാലോ? എടി, ഇവിടെ ഇത് നടക്കത്തില്ല. എന്ത് പാല് മേടിക്കുന്നതോ? പാല് മേടിക്കുന്നല്ലെന്ന്. ഈ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല. അതെന്താ ഇവിടെ സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാ? ഇവിടുത്തെ രീതി അതല്ലെന്ന്. നാട്ടുകാർ ഭയങ്കര പ്രശ്നമാകും. ബാംഗ്ലൂർ പോലെ അല്ലെന്ന് ഇവിടുത്തെ ആൾക്കാർ. ചേട്ടൻ തന്നെ ഇത് പറയണം. ഇങ്ങനൊക്കെ പറഞ്ഞിട്ടാണോ എന്നെ കിട്ടിയത്? ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്തോ ഫ്രീഡം ലവർ, പക്ഷികള് പറക്കട്ടെ. ഇതിപ്പം ആണല്ലേ എനിക്ക് പറയാൻ വേണ്ടില്? എഴുതുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? വീട്ടിൽ ആ പാടെ പ്രശ്നമായി. നിമിഷം നേരം കൊണ്ട് ഇവിടെ ആള് കൂടിയല്ലോ. ഉമ്മി, ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഇവിടെ നടക്കത്തില്ല. ഇത് പുഷ്പയുടെ വീടാ. പുഷ്പ പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. പുഷ്പ താഴെ. നിന്റെ ബ്ലൗസിന്റെ കൈ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടുകാരോട് എന്ത് പറയും? അശയെ കഴിയില്ല, പശു തിന്നാന്ന് പറയണം. തേണ്ട, ഞാനൊരു കാര്യം പറയാം. ഉത്തരവാദിത്തപ്പെട്ട നിന്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റാം. അമ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫ്രീഡം വേണ്ടേ? എടാ, അതവള് മുറിക്കകത്ത് കയറുമ്പോ ഇട്ടോട്ടെ. റൂമിൽ കയറുമ്പോ ഏത് ഡ്രസ് വേണം? അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നാ പറയുന്നത്. നിങ്ങൾ ഇട്ടാ മതി നിങ്ങളുടെ റൂമിനകത്ത്. ദീപക്, ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്താ ഇടണ്ടേന്നുള്ളത്. അതിനകത്ത് നിങ്ങൾ ആരും തലയിടേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായോ? ചേട്ടാ, ആ കുട്ടി പറഞ്ഞല്ലോ ന്യായം ഉണ്ട് കേട്ടോ. അങ്ങനെ പക്ഷിയും പറപ്പിക്കലും. എന്റെ മമ്മിയെ വിളിക്കട്ടെ. എന്തായാലും അവിടെ മമ്മി വരട്ടെ. A few minutes later. മമ്മി വന്നു. കാലിൽ എന്തോ രക്താണല്ലയോ? എന്തോ നോക്കി നിൽക്കുവാ? ഇറങ്ങി വാ. ജനലിന്റെ പണിയൊക്കെ കഴിഞ്ഞതാ. ധൃതിക്കിടയിലേ മുണ്ടെടുക്കാൻ മറന്നുപോയി. എന്താ ഇവിടെ ഇഷ്യൂ? കഴിഞ്ഞ ഏപ്രിലാണല്ലേ വിഷു. ഇനിയുണ്ടോ വിഷു?
വിഷു അല്ല, എന്റെ മോൾ ഇവിടെ എന്താ ഇഷ്യൂ ഉണ്ടാക്കിയെന്ന്. മോൾ ഈ കാണിക്കുന്നൊക്കെ ശരിയാണോ? ആണോ? എന്റെ മോള് തെറ്റായിട്ടൊന്നും കാണിക്കത്തില്ല. അവളെ ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് ഡ്രസ് കോഡ് ഇടണം, ആരോട് എങ്ങനെ പെരുമാറണം, സംസാരിക്കണമെന്ന് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാ ഞാൻ അവളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. അച്ഛാ, അവളെ അച്ചടക്കമൊക്കെ പഠിപ്പിച്ചത് അവിടെ പപ്പായാന്ന് അവളെ എപ്പോഴും പറയുന്നത്. എന്നിട്ട് പപ്പ ഒരു അക്ഷരം വിടുന്നില്ല, എന്താ കയറി ചെയ്യാന്ന്? മിസ്റ്റർ, എന്തോ ഞാൻ ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് ഓ ഇവൾ തീരുമാനിക്കും. അല്ലാതെ അവള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഞാൻ സംസാരിച്ചാൽ എന്റെ ചെള്ള അടിച്ച് ഇവള് പൊട്ടിക്കും. യുനോ, അതുകൊണ്ട് ഞാൻ കമ എന്നൊരക്ഷരം വിടത്തില്ല. നല്ലത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ലേ? ഇനി ഞങ്ങൾ എന്തോ പറയാനാ? ഫാമിലിയാന്ന് നോക്കിക്കോണേ. റാസി, കം വിത്ത് മീ. ഓക്കെ ഓക്കെ. അതേ കയറി ചൊല്ലും പോയാന്നോ? അല്ലല്ല, ഞാൻ മുമ്പ് ഇതിന്റെ ഇടയിൽ കയറി സംസാരിച്ചില്ലായിരുന്നു. എന്നെ തല്ലാൻ വിളിക്കുക. ഞാൻ ഇനി മേടിച്ചോണ്ട് വരട്ടെ. പ്രിയ, മോൻ ചെന്ന് കേറിയ ഫാമിലി എന്തായാലും കൊള്ളാം.